ചേട്ടാ, മഹാകുംഭമേള ആരംഭിച്ചിരിക്കുകയാണ്. ഈ കഴിഞ്ഞ തവണത്തെ പോലെയല്ല, ഇത്തവണ വലിയ ഭീഷണികൾ ആദ്യം മുതൽ തന്നെ നേരിട്ട രീതിയിലാണ് കണ്ടുവരുന്നത്. മുസ്ലിം ജമാഅത്ത് ഒരു ഭാഗത്ത്, മറ്റ് വിദേശ ശക്തികളുടെ പിന്തുണയോടെ ഇതിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അത്തരത്തിലുള്ള പല ആളുകളും. ഇതിനൊക്കെ തന്നെ കൃത്യമായി UP സർക്കാർ മറുപടിയും നൽകിയിട്ടുണ്ട്. എങ്ങനെയായിരിക്കും ഇത്തവണത്തെ മേള? 40 കോടി ആളുകൾ ഒത്തുചേരുന്ന ലോകത്തെ ഏറ്റവും വലിയൊരു മേളയാണ്, ഒരു സമ്മേളനമാണ് കുംഭമേള. നാളത്തെ ഷാഹി സ്നാനോടുകൂടി ആരംഭിക്കും. അടുത്തു വരുന്ന മാഘ പൗർണമി, വസന്തപഞ്ചമി, മകരസംക്രാന്തി, അതുപോലെ ശിവരാത്രി തുടങ്ങിയ 5-6 പുണ്യദിനങ്ങൾ ആണ്. ഇതിന് 4 അഖാഡകൾക്കാണ് ഇതിന്റെ ചുമതല. ഒരു ജില്ല തന്നെ പ്രത്യേകമായി രൂപീകരിക്കപ്പെട്ടു. തികച്ചും ഒരു മന്ത്രിയെ ഇതിന്റെ ചുമതലപ്പെടുത്തി. മന്ത്രി, കുംഭമേളയ്ക്കൊരു മന്ത്രി. അങ്ങനെ ചരിത്രത്തിലില്ലാത്ത ഏറ്റവും വലിയ ഒരു ഉത്സവത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം, ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഒരുക്കി UP ഗവൺമെന്റ് കാത്തിരിക്കുകയാണ്. വിദേശ പ്രതിനിധികളടക്കം വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വരുന്ന മഹാമേള എത്രയോ വർഷം ഇത് ഭാരതത്തിന്റെ പാരമ്പര്യത്തെ വിളിച്ചോതുന്ന ഒരു ഉത്സവമാണ്. എത്രയോ നൂറ്റാണ്ടുകളായി, മനുഷ്യനുള്ളിടത്തോളം കാലം, മനുഷ്യൻ ഉണ്ടായ സമയം മുതൽ ഈ മേള നടക്കുന്നു. ആദിഭാരതത്തിൽ തുടങ്ങിയതാണ്. അതിന് ചരിത്രമൊന്നും പറയാൻ പറ്റില്ല. എപ്പോഴാണ് തുടങ്ങിയത്, ആരാ തുടങ്ങിയത് പറയാൻ പറ്റില്ല. ആദി പരാശക്തിയുടെ പ്രവർത്തനം തുടങ്ങിയ നാൾ മുതൽ, അല്ലെങ്കിൽ അത് അനുഭവപ്പെട്ട നാൾ മുതൽ, മനുഷ്യവർഗം ഭാരതത്തിലും ഭൂമിയിലും ഉണ്ടായ നാൾ മുതൽ ഇതൊക്കെ തുടങ്ങിയെന്നാണ് സങ്കല്പം. അപ്പൊ അനേകായിരം വർഷത്തെ പാരമ്പര്യമുള്ള ഒരു മഹാകുംഭമേളയെ, മഹാ ഉത്സവത്തെ ഈ വർഷം മാത്രമാണ്, ഇതിനേക്കാളും കലുഷിതമായ അന്തരീക്ഷത്തിലൂടെ രാജ്യം കടന്നുപോകുന്നത്. അയോധ്യ പോലുള്ള സംഘർഷ സമയത്ത് പോലും കുംഭമേള നടന്നിട്ടുണ്ട്. ഇതിനേക്കാളും വർഗീയ കലാപങ്ങൾ രാജ്യത്തിന് പല ഭാഗത്തും നടന്ന സമയത്ത്, എന്തിനേറെ പറയുന്നു 47-ലെ വിഭജന സമയത്ത് പോലും ദശലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായി വന്ന സമയത്ത് അന്ന് പോലും കുംഭമേള യാതൊരു കുഴപ്പവും കൂടാതെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ഒരു ഭീഷണി, 2 തരത്തിലാണ് ഭീഷണി. ഒന്ന്, അവിടെ മുസ്ലിങ്ങൾ, ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ മതം മാറാൻ പോകുന്നു. 2, മുസ്ലിം കച്ചവടക്കാർക്ക് അവിടെ പ്രവേശനം കൊടുത്തില്ല, ഞങ്ങൾ കലക്കും. അതിൻ്റെ മാസ് മറുപടി മുഖ്യമന്ത്രി പറയുന്ന കലക്കി നോക്ക് എന്ന് യോഗി ആദിത്യനാഥ് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മുസ്ലിങ്ങളുടെ ആയിരക്കണക്കിന് ഉത്സവങ്ങൾ നടക്കാറുണ്ട്. അവിടെ ഏതെങ്കിലും ഹിന്ദു കച്ചവടക്കാർ പോയി പറയുന്നു ഞങ്ങൾക്ക് പ്രവേശനം തന്നില്ല, ഞങ്ങൾ ഈ ഉത്സവം കലക്കുമെന്ന് പറയാറുണ്ട്. എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഇത് ബോധപൂർവമുള്ള ഒരു സംഘർഷം ഉണ്ടാക്കൽ മാത്രമല്ല, ലോകത്തിന്റെ നെറുകയിൽ, ലോകത്തിന്റെ മുൻപിൽ ഈ ഉത്സവത്തെ താറടിച്ച് കാണിക്കുവാനുള്ള ഒരു ഗൂഢശ്രമം അവിടെ എല്ലാം. നേരത്തെയൊക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള ഇന്ത്യ വിരുദ്ധ, ഭാരത വിരുദ്ധ ടൂൾ കിറ്റുകൾ വിതരണം ചെയ്തിരിക്കുന്നു പല ഭാഗത്തും. ആശാവഹമായ കാര്യം എന്ന് പറഞ്ഞാൽ, UPയിലെ മുഖ്യമന്ത്രി ഒരു സന്യാസി തന്നെയാണ്. അദ്ദേഹം ഇതിന് നേരിട്ട് പിന്തുണ കൊടുക്കുന്നു എന്ന് മാത്രമല്ല, നേരിട്ട് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം 50,000 പോലീസുകാരുടെ പ്രൊട്ടക്ഷൻ, വെള്ളത്തിനടിയിൽ കൂടി പറക്കുന്ന ഡ്രോണുകൾ, അന്തരീക്ഷത്തിൽ പറക്കുന്ന ഡ്രോണുകൾ, വലിയ ആളുകളുടെ ഫേസ് മാത്രം നിരീക്ഷിച്ചിട്ട് കുറ്റവാളികൾ കടന്നെത്തിയിട്ടുണ്ടോ എന്ന് പരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ. അങ്ങനെ ഭാരത ചരിത്രത്തിലെ ഏറ്റവും വലിയ സുരക്ഷയൊരുക്കിക്കൊണ്ടാണ് അവിടെ ഈ കുംഭമേള നടക്കുന്നത്. വലിയൊരു പരിവർത്തനം. 2000 കലക്കാൻ വന്നാൽ നെഞ്ചിന് ഓട്ട വീഴും. അതെ, 2000 കോടി ലക്ഷം രൂപയുടെ ധനവിനിയോഗം അല്ലെങ്കിൽ റവന്യൂ വരുമാനം UPയിൽ പ്രതീക്ഷിച്ചു. ഇത് വലിയൊരു വിജയമായി ഇത് മുന്നോട്ട് പോവുകയാണ് മഹാകുംഭമേള. പ്രത്യേകിച്ച് അതുകൊണ്ടായിരിക്കില്ല ഇത്തരത്തിൽ ആളുകളാകുന്നത്. തീർച്ചയായിട്ടും ഒരു സർക്കാർ സംരംഭത്തോടു കൂടി ഒരു വലിയ സംരംഭം, ഹിന്ദു സംരംഭം വിജയിക്കുന്നത് കാണുമ്പോൾ, നേരത്തെ കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോഴോ അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്തും കുംഭമേള നടന്നിരുന്നു. അത് ഗവൺമെന്റിന്റെ ഒത്താശയില്ലെങ്കിലും കുംഭമേള നടക്കും. കാരണം നിശ്ചയിക്കപ്പെട്ട അഖാഡകളിലെ സന്യാസിമാര് അവർക്ക് നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ അവർ ആ സ്നാനം നടത്തും. അത് കാണാനും അതിൽ പങ്കെടുക്കാനും, ആ പുണ്യസ്നാനത്തിൽ പങ്കെടുക്കുവാനും, അമൃത തൂവിയ ഗരുഡന്റെ കയ്യിൽ നിന്ന് അമൃത തൂവിയ പുണ്യമുഹൂർത്തങ്ങളിൽ ആ തീർത്ഥസ്ഥലയിൽ ഒന്ന് മുങ്ങുക എന്നുള്ളത് ആളുകളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ആ പവിത്ര സ്നാനമാണ് ഏറ്റവും കൂടുതൽ നടക്കുന്ന. പവിത്ര സ്നാനത്തിനാണ് പ്രാധാന്യം.
ഇതിൽ പങ്കെടുക്കാനാണ് ഈ കോടിക്കണക്കിന് ആളുകൾ വരുന്നത്. ഇതിന്റെ ഒന്നും പുണ്യം ഇന്നലെ ഒരു ചർച്ചയിൽ റിപ്പബ്ലിക്കൻ പാർട്ടി നഹ്റത്ത് ജഹാൻ പറഞ്ഞ മാതിരി ആക്ഷേപിക്കുന്നവർ ഇനിയെങ്കിലും മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്കുള്ള ഒരു കാലഘട്ടത്തിൽ അവർ ചെയ്തു പോയ തെറ്റുകളൊക്കെ ഒന്ന് പൊറുക്കാൻ ഈ പവിത്രമായ ഗംഗയിൽ വന്ന് കുളിച്ചു പോട്ടെ എന്ന് മുസ്ലിങ്ങളോട് പറയുന്ന ഒരു വാർത്ത ചർച്ച ഞാൻ ഇന്നലെ കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരുപാട് മുസ്ലിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു ഉത്സവത്തെ കുറിച്ച് പോസിറ്റീവായിട്ടുള്ള ചിന്തയുണ്ട്. നുസ്രത്ത് ജഹാൻ പറഞ്ഞത്. അപ്പം അവരും ഈ തരത്തിൽ ചിന്തിക്കുന്നു. ഞങ്ങള് മുസ്ലിമാണ്, ജന്മം കൊണ്ട് മുസ്ലിമാണെങ്കിലും ഞങ്ങൾ ഈ പാരമ്പര്യത്തിന്റെ വക്താക്കളാണല്ലോ. ഭാരതം എന്ന രാഷ്ട്രീയത്തിലെ പാരമ്പര്യത്തിന്റെ വക്താക്കളാണ്. അതുകൊണ്ട് തന്നെ അവിടെ പോയി ഒന്ന് മുങ്ങി കുളിച്ചാൽ ഞങ്ങൾക്ക് മോക്ഷം കിട്ടുകയാണെങ്കിലോ എന്നുള്ള ചിന്ത അവർക്ക്. അതുകൊണ്ട് മുസ്ലിങ്ങൾ ധാരാളം പേര് വരാം. അതിനെയാണ് ഇവർ ഭയക്കുന്നത്. ഏകശിലാഖണ്ഡം പോലെ ഭാരതത്തെ കൊണ്ടുപോകാൻ, ഇസ്ലാമിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആളുകളെ പേടിയതാണ്. ആരെങ്കിലും അവിടെ പോയി കുളിച്ചു പോയാൽ അവൻ ഇസ്ലാം അല്ലാതായി തീരും എന്നുള്ള ചിന്ത, ഭയം. ക്രിസ്മസ് കേക്ക് കഴിച്ചത് മാതിരി. അപ്പൊ ഇവരുടെയൊക്കെ മനസ്സിരിപ്പ് എന്താ? വലിയ ദുഷ്ടലാക്കാണ്. ഈ ഹിന്ദു ഈ ബസ്സിലേക്ക് ആളെ വിളിച്ചു കയറ്റുന്ന പോലെ വരൂ ഇതിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് മതം മാറ്റുന്ന രീതി ഹിന്ദുവിനുണ്ടോ? ഹിന്ദുവിനില്ല. ഒരു സ്ഥലത്ത് പോലും ഒരാളെ പോലും മതം മാറ്റാൻ വേണ്ടി ഹിന്ദു ശ്രമിക്കുന്നില്ല. ഹിന്ദു സംസ്കാരം ഒരു സ്വാതന്ത്ര്യമുള്ള സംസ്കാരം. നിങ്ങൾക്ക് എങ്ങനെ വേണോ നിങ്ങളുടെ ആത്മാവിന് മോക്ഷം പ്രാപിക്കാം. അത് ചമ്രം പടഞ്ഞിരുന്ന് പ്രാണായാമം നടത്തിട്ട് പ്രാണനെ നിങ്ങൾക്ക് വെടിയാം. ഇല്ല, നിങ്ങൾക്ക് ഗംഗയിൽ പോയി മുങ്ങി മരിക്കാം. ഏത് രീതിയിൽ വേണോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാണനെ ജീവനിൽ നിന്ന് വേർപെടുത്താനാവും. അങ്ങനെയുള്ള മോക്ഷപ്രാപ്തിക്കുള്ള മാർഗം. നിങ്ങൾ വേണമെങ്കിൽ തലകുത്തി നിന്നിട്ട് സൂര്യനമസ്കാരം ചെയ്തോളൂ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യോഗാക്രിയകൾ ചെയ്തോളൂ. പുലർച്ചെ 3 മണിക്ക് എണീറ്റ് പിന്നെ ബ്രഹ്മസൂത്ര ഭാഷ്യം ഒക്കെ വായിച്ച് പഠിച്ചിട്ട് അതിനുവേണ്ടി ശ്രമിച്ചോളൂ. അല്ലെങ്കിൽ നിങ്ങൾ 10 മണിക്ക് എണീറ്റോളൂ. അതൊന്നും പ്രശ്നമല്ല. ഇത്രയും സർവ്വ സ്വാതന്ത്ര്യം. മനുഷ്യനാണ് ആത്യന്തികമായ ഏകം സദ്ഭുതാഭിപ്രാവതന്തി എന്ന് പറയും മാതിരി പല രീതിയിൽ കൂടി സഞ്ചരിച്ചാലും അവസാനം മനുഷ്യന് ഒരേ ലക്ഷ്യത്തിലെത്തുന്നു എന്ന് പറയുന്ന ഒരു വലിയ കാഴ്ചപ്പാട്, ഒരു സ്വാതന്ത്ര്യം ലോകത്ത് ഹിന്ദു അല്ല വേറെ ആർക്കാ കൊടുത്തിട്ടുള്ളത്? ഈ നുസ്രത്ത് ജഹാനെ പോലെ ദേശീയ പക്ഷത്ത് നിൽക്കുന്ന മുസ്ലിം സഹോദരങ്ങളുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ആളുകളെ പോലും ചിലർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതെ, അതാണ് ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ APJ അബ്ദുൽ കലാം മരിച്ചപ്പോ അന്ന് ഇവിടുത്തെ വർത്തമാന പത്രങ്ങളുടെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻ എന്തായിരുന്നു? മേമൻ സഹോദരന്മാരെ തൂക്കിക്കൊന്നായിരുന്നു. ഇന്ത്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രൻ താഴെത്തട്ടിൽ നിന്ന് ഉയർന്ന് അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ കൊണ്ട്, ആകാശ സ്വപ്നങ്ങൾ, മിസൈൽ സ്വപ്നങ്ങൾ കണ്ട് മിസൈൽ മാനായി വളർന്ന് രാഷ്ട്രപതിയായി വളർന്ന ആ മനുഷ്യൻ മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ മരണവാർത്ത താഴെ ചെറിയ കോളത്തിലും അതിനു മുമ്പേ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം നടത്തിയ സുപ്രീം കോടതി തൂക്കിക്കൊല്ലാൻ പറഞ്ഞ് തൂക്കിക്കൊന്ന മേമൻ സഹോദരന്മാരുടെ തൂക്കിക്കൊല വലിയ ബോക്സ് ന്യൂസായും കൊടുത്ത മാധ്യമ പ്രവർത്തനമാണ് കേരളത്തിന്റെ. സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ദേശീയ മുസ്ലിങ്ങളെ അവര് മദനിക്ക് കൊടുക്കുന്ന പ്രാധാന്യം അബ്ദുൽ കലാമിന് കൊടുക്കുന്നില്ല. മദനിയെ മഹാത്മാഗാന്ധിയോട് വാഴ്ത്തിയ ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്. സഖാവ് നമ്പൂതിരിപ്പാട് അടക്കമുണ്ടായിരുന്നു. പക്ഷേ അവരുടെ കണ്ണിൽ ആരാ അബ്ദുൽ കലാം? അബ്ദുൽ കലാം രണ്ടാമതൊരിക്കൽ മത്സരിക്കാനുള്ള താല്പര്യം അല്ലെങ്കിൽ ആ ഒരു ചോദ്യം വന്നപ്പം പോലും അബ്ദുൽ കലാമിനെ പിന്തുണയ്ക്കാതിരിക്കാൻ വളരെയേറെ ശ്രമിച്ച ആളുകളാണ്. അബ്ദുൽ കലാമിനെതിരെ സ്ഥാനാർത്ഥി നടത്തിയ ആളുകളാണ് CPM-ഉം അതുപോലെ ഇവിടുത്തെ ഇടതുപക്ഷ ജിഹാദി ഗ്രൂപ്പുകളും. നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് ഉണ്ടായിരുന്നു. എപ്പോഴും ഭാരത വിരുദ്ധ പക്ഷത്ത് നിൽക്കാൻ. എന്താണോ നന്നായിട്ട് ഭാരതത്തിൽ നടക്കുന്നത്, ഭാരതത്തിൽ എപ്പോഴും ഒരു അനിശ്ചിതത്വം, രാഷ്ട്രീയമായിട്ടും സാമൂഹ്യമായിട്ടും സാംസ്കാരികമായിട്ടും ഒരു അനിശ്ചിതത്വം നിലനിർത്താനുള്ള ബോധപൂർവമായ ശ്രമം ഇവർ നടത്തുന്നുണ്ട്. ഈ ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരം വിവരണങ്ങൾ. അല്ലെങ്കിൽ കുംഭമേളയും മുസ്ലിങ്ങളായിട്ട് എന്ത് ബന്ധം? കുംഭമേള നടക്കുന്ന 28 ഏക്കർ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളിതാ കുംഭമേള കലക്കും, ഞങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ അവകാശം തന്നിൽ കുംഭമേള കലക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിക്കുക, അത്തരം സമീപനങ്ങൾ എടുക്കുക, അതിങ്ങനെ വാർത്താ സമ്മേളനത്തിൽ പറയുക. സ്വാഭാവികമായി ഇതൊരു ഭീഷണിയാണ്. നടക്കാൻ പോകുന്ന കുംഭമേളയുടെ ഭംഗിയെ നശിപ്പിക്കാൻ ആളുകളിൽ ഒരു ഭയം ജനിപ്പിച്ചുകൊണ്ട് അങ്ങോട്ടുള്ള ഒഴുക്ക് തടയാനുള്ള ശ്രമം. നേരെ തിരിച്ചായിരുന്നെങ്കിൽ എന്നാലോചിച്ച് നോക്കിയേ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങളാ? ഒന്ന്, അങ്ങനെ ഒരിക്കലും ഒരു ഇസ്ലാമിക ഉത്സവത്തിനെതിരെ ഒരു ഹിന്ദു ഇതുണ്ടാവില്ല. പക്ഷെ ഉണ്ടായാൽ താങ്കൾ പറഞ്ഞ മാതിരി ലോകം മുഴുവൻ ഇസ്ലാമിക ഗ്രൂപ്പുകൾ എന്ത് ചെയ്യുമായിരുന്നു? എത്ര ലക്ഷം ആളുകളെയാണ് ഹജ്ജിന് കൊണ്ടുപോകാൻ പൊതു ഖജനാവിൽ നിന്ന് പണമെടുത്ത് സബ്സിഡി കൊടുക്കുന്നത്? ലോകത്തെ ഏതെങ്കിലും മതേതര രാജ്യം ചെയ്യുമോ?
അവർക്ക് അല്ലാഹുവിന്റെ സ്ഥലത്ത് പോയി നിസ്കരിക്കണമെങ്കിൽ അവരുടെ സ്വന്തം പണം മുടക്കി പോകണം. അവിടെ മതകാര്യത്തിന് ഉംറ അനുഷ്ഠിക്കാൻ പോകണം, സ്വന്തം പണം മുടക്കി പോകണം. ഇവിടെ ഞാനും താങ്കളും ഒക്കെ നികുതി കൊടുക്കുന്ന പണം എടുത്ത സാധാരണക്കാരന്റെ പാവപ്പെട്ടവൻ വനവാസി വരെ നികുതി കൊടുക്കുന്ന പണം എടുത്തിട്ടാണ് ഉംറയ്ക്ക് പോകുന്ന ആളുകൾക്ക് സബ്സിഡി കൊടുക്കുന്നത്. തീർച്ചയായും മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള ഒരു മതേതര രാജ്യം എന്ന് പറയുന്ന ഭാരതത്തിൽ വാസ്തവത്തിൽ ഈ ഒരു ഇസ്ലാമിക ഭീഷണിയെ വളരെ ഗൗരവത്തോടെ തന്നെ കാണണം. ഇതൊരു നല്ലതിനല്ല. ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന മാനവികതയ്ക്ക് എതിരാണ് ഇത്തരം നിലപാടുകൾ. അത് ഭാരതത്തിന്റെ ബഹുസ്വരതയെ നശിപ്പിക്കാൻ ഉപകരിക്കത്തുള്ളൂ. ഒരിക്കലും ഒരു ശാന്തിയും സമാധാനവും സൃഷ്ടിക്കാൻ സാധ്യമല്ല. ഒരിക്കലും അത് ഇസ്ലാമിന് ഭൂഷണമല്ല. ഇതിനെ മുതലെടുക്കുന്ന ഭീകരവാദികളെ സഹായിക്കുന്ന ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ ഭാരതത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാമിക ഭീകരവാദി ശക്തികൾക്കും വിദേശ ശക്തികൾക്കും ഒരു പ്രചോദനം കൊടുക്കാമെന്നല്ലാതെ ഒരിക്കലും ഇതൊരു ശാന്തിയും സമാധാനവും ഉണ്ടാക്കുന്ന ഏർപ്പാട് അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും.